ആശാ വർക്കേഴ്സ് പേരിൽ മാത്രമേ ആശയുള്ളൂ. യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. ഒന്ന് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒന്നാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം. പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. സമ്പന്നന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, അങ്ങനെയല്ല ഇക്കോണമി വളർത്തേണ്ടത്. അടിത്തട്ടിനെ സംരക്ഷിക്കാതെ നമുക്ക് മുകൾ തട്ടിൽ എത്തുവാൻ സാധ്യമല്ല എന്നൊരു ഓർമ്മക്കുറിപ്പാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത്. 7000 രൂപ ഓണറേറിയം അത് തന്നെ മുഴുവൻ അവർക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ കൊച്ചയൽ സംസ്ഥാനമായ കർണാടകത്തിൽ 10,000 രൂപ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. അതും കുറവാണ്. ഇന്ന് വിലക്കയറ്റവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബം 7,000-ഉം 10,000 രൂപ കൊണ്ട് ഒരു മാസം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക? തികച്ചും അസാധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ന്യായമായ അവരുടെ അവകാശങ്ങൾ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ്. KTDCയിലെ ഒരു ജോലിക്കാരന് ഭയങ്കര ശമ്പളമാണ് കൊടുക്കുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ സ്വാധീനവും ബന്ധുക്കളുമാണ്. നമ്മുടെ ബ്യൂറോക്രാറ്റുകൾക്ക് എന്തുമാത്രം ലക്ഷങ്ങളാണ് അവരുടെ ശമ്പളം. അത് ഉപരിവർഗത്തിന്, കുബേരവർഗത്തിന് വലിയ സാധ്യതകൾ, വലിയ ശമ്പള വർധനവും ഒക്കെ ഇവിടെ കൊടുക്കുമ്പോഴും ഈ അടിത്തട്ടിനെ, സാധാരണക്കാരെ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കേഴ്സ്, ഇവരെയൊക്കെ പാടെ അവഗണിക്കുന്ന, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു ജോലി മേഖലയായിട്ട് ഈ ആശാ വർക്കേഴ്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെൻഷനില്ല. അവരെ ജോലിയിൽ നിന്ന് ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാ വർക്കേഴ്സ് പേരിൽ മാത്രമേ ആശയുള്ളൂ. യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതുകൊണ്ട് ഇവർ ആവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം, അലവൻസുകൾ, അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ, ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ കൂടി ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് വയ്ക്കുന്ന അഭ്യർത്ഥന ഇതാണ്. നമ്മുടെ ഈ കാലാൾപ്പട ഇനിയും വെയിൽ കൊള്ളിക്കാതെ, അവരുടെ ക്ഷമ പരീക്ഷിക്കാതെ, ഞാൻ അറിയുന്ന 20-ാം തീയതി ഇവിടെ ഒരു മഹാസംഗമം നടക്കാൻ പോവുകയാണ്. കേരളത്തിലുടനീളമുള്ള ആശാ വർക്കേഴ്സ് മുഴുവൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് സംഗമിക്കുകയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഇനി കരഞ്ഞാൽ മാത്രം പോരാ, സമരം ചെയ്യേണ്ടി വരും, എന്നാലേ പാല് ലഭിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ മറ്റു മാർഗമില്ലാതെ അവരിവിടെ സംഗമിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സർക്കാർ ഇടപെടൽ നടത്തി ഇവരുടെ ന്യായമായ അവകാശങ്ങൾ പരിരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വയ്ക്കാനുള്ളത്. നമ്മുടെ സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നുണ്ട്, അതൊക്കെ അറിയാം. പക്ഷേ അതിന്റെ മധ്യത്തിലും അടിത്തട്ടിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. മറ്റു മേഖലകളിലെ ചെലവുകൾ കുറച്ച് അടിത്തട്ടിന് കൂടുതൽ പണം ലഭ്യമാക്കുന്ന, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയവ്യത്യാസത്തിലേക്ക് സർക്കാർ കടന്നു വരണം. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തുവാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്.
മഹാത്മാഗാന്ധിജി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് പദ്ധതി ആവിഷ്കരിച്ചാലും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആദ്യത്തെ ചോദ്യം ഈ പദ്ധതി മുഖാന്തരം നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് എന്ത് ഫലമുണ്ടാകും എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ചോദ്യം. എന്നാൽ ഇന്ന് സർക്കാരുകളൊക്കെ വിജയൻ മാഷ് മുമ്പേ പറഞ്ഞതുപോലെ മുകൾ തട്ടിൽ നിന്ന് അടിത്തട്ടിലേക്ക് പണി നടത്തുന്ന ഒരു പരിപാടിയാണ് നടത്തുന്നത്. അതുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സമ്പന്നന്മാർക്ക് എന്തുമാത്രം ഗുണമുണ്ടാകും, മൂലധന ശക്തികൾക്ക് എന്ത് ലാഭമുണ്ടാകുമെന്നുള്ള പ്രഥമ പരിഗണന കൊടുക്കുകയും അവസാനത്തെ പരിഗണനയായി അടിത്തട്ടിലെ സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്ന നയങ്ങൾക്ക് വ്യതിയാനമുണ്ടായേ പറ്റൂ. ആ വ്യതിയാനമുണ്ടാക്കുന്നതിനുള്ള ജനകീയ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പരിരക്ഷിക്കുന്ന ഈ അടിസ്ഥാന സമൂഹത്തിന്റെ ആശാ വർക്കേഴ്സിന്റെ ന്യായമായ അവകാശം ഏറ്റവും തിടുക്കത്തിൽ, ഏറ്റവും ജാഗ്രതയോടെ സർക്കാർ ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് വിനീതമായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.